നല്ല കഥകൾ എഴുതുന്ന അല്ലെങ്കിൽ നല്ല സ്ക്രിപ്റ്റ് എഴുതുന്ന റൈറ്റേഴ്സ് ഉണ്ടാവും. പക്ഷേ ഈ പലപ്പോഴും ഇവർ ഈ ഡയറക്ടറിൻ്റെ കീഴിൽ ഷാഡോ ആയി പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ടോട്ടാലിറ്റിയിൽ പറയുകയാണ്. പിന്നെ അതുണ്ട്. അത് കഥ എഴുതുന്ന ആരെയും ശ്രദ്ധിക്കണം. ഇവിടെ ഹിറ്റ് പടങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എഴുതിയ തിരക്കഥ എഴുതിയ സംഭാഷണം എഴുതിയ ആരെയും ശ്രദ്ധിക്കണം. പഴയ ലെജൻസ് ഇപ്പോൾ ശ്രീനി സാറ ഇപ്പം ലേറ്റസ്റ്റ് മരണപ്പെട്ടു പോയി, പുള്ളിയുടെ പൊളി എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊന്നും കിട്ടിയ പോലെയൊന്നും എല്ലാവർക്കും കിട്ടിയൊന്നുമില്ല. അല്ലെങ്കിലും ഇങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം നമ്മളവിടെ പോയി നിൽക്കുമ്പോൾ ആ സുമേഷൻ രമേശിൻ്റെ ഡയറക്ടറാണ്, ആ ഓക്കെയാണ് മച്ചാനെ, ചത്താപ്പച്ചൻ റൈറ്ററാണെന്ന് പറയണത് അറിയാൻ പറ്റില്ല ആർക്കും. ഇല്ല, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അത് റൈറ്റ് എല്ലാവർക്കും കിട്ടുന്ന ഒരു പരിപാടിയാണ്. അതിപ്പോൾ നമ്മൾ തിയേറ്റർ വിസിറ്റിൽ പോയാലും എവിടെ ചെന്നാലും നമ്മുടെ വിഷനിലാണ് ഇത് തുടങ്ങുന്നത്. ക്യാമറ ചെയ്യണതും പിന്നെ അവരെല്ലാവരും സ്റ്റണ്ട് ചെയ്യണതും ഇതൊക്കെ ചെയ്യണത് ആദ്യം ഒരു വൈറ്റ് പേപ്പറിൽ നമ്മൾ സൂര്യാകാശത്തിൽ നിന്ന് പിടിച്ച് എഴുതുന്ന പരിപാടിയാണ്. പക്ഷെ അത് പലപ്പോഴും കിട്ടിയിട്ടില്ല. എൻ്റെ കാര്യത്തിലല്ല, പല ആൾക്കാരുടെ കാര്യത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഇറ്റൊക്കെ അടിച്ചിട്ട് മച്ചന്മാരൊക്കെ മാറിയൊക്കെ നിൽക്കണമെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ ഇടിച്ച് കയറിയിട്ടും കഥയൊക്കെ പറഞ്ഞ് അവരറിയാൻ പറ്റും. അവരെയൊക്കെ നമുക്ക് ഡയറക്ടറായാലും കൂടുതൽ ആ റൈറ്ററിനെ അറിയാൻ ആൾക്കാരുണ്ട്. അവരുടെ ഒരു പരിപാടിയിലാണ്. ബാക്കി എന്ന് വെച്ചാൽ ഇങ്ങനെ സൈലന്റ് ആയി പോകണ ഏതെങ്കിലും പറഞ്ഞാലേ അറിയുള്ളൂ. എഴുതിയാൽ മാത്രം പോരെന്നാണോ? എഴുതിയാൽ മാത്രം പോലെന്നല്ല, അങ്ങനെ വേണ്ടവരെ കുറച്ച് പണിയായിട്ട് വേറെ എടുക്കണം, എന്നാലേ അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മാറി നിന്നിട്ട് കാര്യമൊന്നും ഉണ്ടാവും.